എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു സന്തോഷ വാർത്തയായിട്ടോ വന്നേ. നമ്മുടെ ഷൈനി ചേച്ചിയെ പീഡിപ്പിച്ച അവരുടെ കെട്ടിയവനുണ്ടല്ലോ, അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അത് പറയാനായിട്ടാണ് വന്നത്. ഏറ്റുമാനൂർ പോലീസാണ് അവനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഗാർഹിക പീഡനത്തിനും പിന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും കൂടെ ചേർത്ത് പുള്ളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് പുള്ളിയുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കേസ്. എന്തായാലും ഇത്ര വേഗം അവനെ അറസ്റ്റ് ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. അതിലൊത്തിരി സന്തോഷമുണ്ട് എനിക്ക്. കാരണം ആ പാവം പിടിച്ച ആ ചേച്ചി എത്ര കഷ്ടപ്പെട്ടു ജീവിക്കാൻ വേണ്ടിയിട്ട്, തൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് പോറ്റാൻ വേണ്ടിയിട്ട് എത്ര വാതിലുകൾ മുട്ടി. അവരൊക്കെ ഒരു തിരിഞ്ഞു പോലും നോക്കിയില്ല. ഈ നോബി കുര്യാക്കോസ് ഗൾഫിലൊക്കെ ജോലി ചെയ്യണേ, എന്നിട്ട് പോലും അതിൻ്റെ ഭാര്യയായിരുന്ന ആ സ്ത്രീക്ക് ഇത്ര ഒരു ദുരനുഭവങ്ങളിലൂടെ അവർ കടന്നുപോയല്ലോ. ഒന്നുമല്ലെങ്കിലും അയാളുടെ 3 കുട്ടികളുടെ അമ്മയാണെന്നെങ്കിൽ ഒരു പരിഗണന അയാൾക്ക് കൊടുക്കായിരുന്നു. ഞാൻ ആ ചേച്ചിയുടെ ഒരു വോയിസ് കേട്ടായിരുന്നേ. കാരണം ആ ചേച്ചി അത്ര എൻ്റെ കൂട്ടുകാരിയോട് പറയുക, എനിക്കൊരു ജോലിയുടെ കാര്യത്തിന് നോക്കണേ എന്നാ പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അവർ എത്ര ആഗ്രഹിച്ചൊന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ കുട്ടികളെ ഒന്ന് പോറ്റാൻ വേണ്ടിയിട്ട് അവർ എത്ര ആഗ്രഹിച്ചു, എത്ര വാതിൽ അവർ മുട്ടി. അവസാനം ഗത്യന്തരമില്ലാതെ ആയപ്പോഴാണ് അവർ ആത്മഹത്യയിലേക്ക് പോയത്. അത് ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചതോ ഇവരുടെ തന്നെ സംരക്ഷകനായിട്ട് നിൽക്കേണ്ട ഒരു വ്യക്തി തന്നെ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തത്. എത്ര ക്രൂരമായ പ്രതികാരങ്ങളാണ്. ഞാൻ ഓർത്തു പോവാം മനുഷ്യർക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നതെന്ന്. എന്തായാലും അവനെ അറസ്റ്റ് ചെയ്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളും കൂടെ സന്തോഷിച്ചോ. ഇത്രയും ദുഷ്ടനായ അയാളെ ഉറപ്പായിട്ടും അയാൾക്കെതിരെ കേസെടുക്കണം എന്നായിരുന്നു ആഗ്രഹം. അതെന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ആ കള്ളപ്പാതിരി ഉണ്ടല്ലോ, അവൻ്റെ സഹോദരൻ, ഈ നോബിയുടെ സഹോദരൻ ബോബി, അവൻ ഓസ്ട്രേലിയയിൽ ഇങ്ങ് പാത്തിരിക്കുക. അവനവിടെ വലിയ ജോലിയാണ് പോലും. അവനവിടെ പാത്തിരിക്കാൻ അനുവദിക്കരുതാരും. അവനെ എത്രയും വേഗം കൊണ്ടുവന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ട് അവനെയും ചോദ്യം ചെയ്യണം എന്നാണ് പറയാനുള്ളത്. നമുക്ക് ആ ചേച്ചിയുടെ ഒരു വോയിസ് ഉണ്ട്, അതൊന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാവേ. ഡ്യൂട്ടിയിലാണോ? എടി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടി, നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതും അറിയാവോ? നീ ഇവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവോ? എടി, ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറിപ്പോയി നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ NLSRന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ 1 വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. എന്നാൽ എനിക്ക് എന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഏഷ്യക്കാട് വല്ല 1 വർഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ, ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യക്കാട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ. കുറേ ആയിരുന്നു. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മെസ്സേജസൊക്കെ വിടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വല്ലതും വന്നിട്ടുണ്ടോ? പിന്നെ വേറെ എന്നാ വിശേഷം? ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു. അതിനും പുള്ളി വന്നില്ല. പുള്ളിക്ക് നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എത്ര നാളായിട്ടും വക്കീൽ ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് ഇരുന്ന് ഏപ്രിൽ 9 അന്നേരത്തേക്ക് വന്നില്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് വിടങ്ങാനുള്ള പൈസ അയക്കി വെക്കാമോ അങ്ങനെയൊക്കെ പറയുന്നത്. എന്താ ചെയ്താന്നറിയത്തില്ല. എന്തായാലും ഇത് നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ നിൽക്കും. ഏഷ്യൻ ഹാർട്ട് ഹോസ്പിറ്റലിൽ ജോലി തിരക്കിക്കൊണ്ടുള്ള ഒരു വോയിസ് ആയിരുന്നു നമ്മൾ കേട്ടത്. എൻ്റെ സുഹൃത്തിനോട് ചോദിക്കുക അവിടെ ഒരു ജോലിക്ക് കയറാൻ പറ്റുമോയെന്ന്. ഇവിടെയാണെങ്കിൽ കാരിത്താസിൽ 1 ഇയറാണ് അവരോട് ജോലി ചെയ്യാൻ പറഞ്ഞിരുന്നത്. എന്താ ഫ്രീ ആയിട്ട്. ഒരു 2 കുഞ്ഞുങ്ങളെ പോറ്റേണ്ട ഒരു അമ്മ എങ്ങനെ ഫ്രീ ആയിട്ട് ജോലി ചെയ്യുക? അതൊരു സിംഗിൾ മദർ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ അപ്പൻ ചിലവിന് കൊടുക്കുന്നുണ്ട് എങ്കിലും ഒരിത്ര ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 1 ഇയർ എങ്ങനെയൊക്കെ പിടിച്ച് നിന്ന് ജോലി ചെയ്യാമെന്ന് വിചാരിക്കുക. എന്നിരുന്നാൽ പോലും അതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ ഫ്രീ ആയിട്ട് ജോലി ചെയ്യുക എന്നുള്ള കാര്യം. കാരണം നമ്മൾ ആലോചിച്ച് നോക്കിയത് നേഴ്സുമാരുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടം പിടിച്ച ജോലിയൊക്കെയല്ലേ അവർക്ക്. 3 മാസമൊക്കെ ഫ്രീ ആയിട്ട് ജോലി ചെയ്തിട്ട് പിന്നീട് അവർക്കൊരു സാലറി ആക്കാമല്ലേ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അവരുടെ തന്നെ ചർച്ചിൻ്റെ ഹോസ്പിറ്റലിൽ അവരോട് ഈ അന്യായം ചെയ്യുന്നതൊന്ന് ഓർത്ത് നോക്കി. അപ്പോൾ മറ്റുള്ളവരോട് എന്തായിരിക്കും അവർ ചെയ്യുക? 1 ഇയറൊക്കെ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ വരുന്ന ആ മനുഷ്യൻ്റെ ഊർജ്ജം, അവർ അവിടെ അധ്വാനിക്കുന്നത്, അതിനൊന്നും യാതൊരു വിലയില്ല അവർക്ക്. പക്ഷേ ഹോസ്പിറ്റൽ എന്ന് പറയണതോ ബിസിനസ്സാണ്. അവിടെ അവർ മണിക്കൂറിന് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, മിനിറ്റ് വെച്ച് അവർ ലക്ഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഹോസ്പിറ്റലുകാർ. പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന ഒരു സാധു നേഴ്സിന് പൈസ കൊടുക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് ആലോചിക്കേ. ഇത്രയും ഗ്യാപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് 3 മാസം ഫ്രീ ആയിട്ട് ജോലി ചെയ്യുക, അതിനുശേഷം ഞങ്ങൾ സാലറി ആക്കി തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലോ അതിൽ ഒരു കച്ചിത്തുരുമ്പാവത്തില്ലായിരുന്നു. അങ്ങനെ അവർ ആ ജോലിക്ക് കയറിയിരുന്ന ഉറപ്പായും ഷൈനി ചേച്ചിയും ആ കുട്ടികളും ഇന്ന് ഈ ലോകത്ത് ഉണ്ടാവുമായിരുന്നു. എന്നാൽ അതിനൊന്നും കിട്ടിയില്ല, അവസരം കിട്ടിയില്ല, ആരും അവസരം കൊടുത്തില്ല. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് അവരുടെ സഹോദരങ്ങൾ. അവരുടെയൊക്കെ സഹോദരങ്ങളൊക്കെ നല്ല നിലയിലാണെന്ന് പറയുന്നു. അവരെന്തുകൊണ്ടൊന്നും സഹായിച്ചില്ല എന്ന് വരെ ഞാൻ ഓർത്തുപോയി. അവരെന്തായാലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയില്ലേ. 2 കുട്ടികളെയും കൊണ്ട് അവരെവിടെ പോവും, എങ്ങനെ ആവും എന്നുള്ള കാര്യങ്ങൾ അവരെ സഹോദരങ്ങളും ഒന്ന് ചിലപ്പോൾ സഹായിച്ചിട്ടുണ്ടാവാം.
ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരെ ഇത്രത്തോളം ഒരു ആത്മഹത്യയിലേക്ക് നയിക്കണമെങ്കിൽ ഉറപ്പായും അവർക്ക് ഒരു സ്ഥലത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അവർ ആത്മഹത്യയിലേക്ക് പോകണമെങ്കിൽ. കാരണം ഒരു സൈഡിൽ കുടുംബത്തിലെ അച്ഛനെന്ന് പറയുന്നവൻ വലിയ പിടിപാടുള്ളവനാ, സുപ്രീം കോടതിയിലെ വക്കീലാ. ഒന്ന് ആലോചിക്കുക, അവന് വലിയ പിടിപാടുണ്ട്. ആ വ്യക്തിയാണ് ഈ ചേച്ചീനെ ഇട്ട് ചൂഷണം ചെയ്യുന്നത്, അവർ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. ഒരു സ്ഥലത്തുനിന്ന് സ്വന്തം കുടുംബക്കാർ പോലും വേണ്ട രീതിയിൽ നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. അവർ ഒറ്റപ്പെട്ടു പോയില്ലേ അവിടെ? ആ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ എന്ത് ചെയ്യും? 2 പെൺകുട്ടികൾ, അവരുടെ ഭാവി, അവരുടെ സുരക്ഷിതത്വം ഒക്കെ വലിയ കാര്യം തന്നെയല്ലേ, ചെറിയ കാര്യമല്ലല്ലോ. അതുകൊണ്ടാണ് ആ ചേച്ചി ആത്മഹത്യ ചൂസ് ചെയ്തത്. ഭയങ്കര വിഷമമുണ്ട് അത് പറയുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ. എന്തായാലും ആ പുള്ളീനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് ആ സന്തോഷം. അതോടൊപ്പം ആ ഓസ്ട്രേലിയയിൽ നിൽക്കുന്ന ആ ചെറ്റേനെ കൂടെ എത്രയും വേഗം ഇവിടെ കൊണ്ടുവന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് അവനെ തൊലി ഉരിക്കണം. അതാണ് എനിക്ക് അന്നാലാണ് സന്തോഷമാകത്തുള്ളൂ. അവന് വലിയ പിടിപാടൊക്കെ ഉണ്ട്, മന്ത്രിമാരും MLA മാരും ഒക്കെ വലിയ പിടിയുണ്ട് അവന്. എന്നാലും കുഴപ്പമില്ല. അവന് എന്തെങ്കിലുമൊക്കെ നാട്ടുകാരുടെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലണം, പട്ടിക്കിട്ട് കല്ലെറിയുന്ന പോലെ. അത്രയ്ക്ക് നീചത്തരം ഒരാളോട് ഒരു മനുഷ്യനെ ഒരിക്കലും ചെയ്യരുത്. അതുപോലെ ആയിത്തീരണം എന്നാണ് ഞാൻ പറയണത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കൂ. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.